കാശ്മീരിൽ 370 റദ്ദാക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും ഹൗസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന്. അതിൽപ്പെട്ട ഒരാളാണ് ഫാറൂഖ് അബ്ദുള്ള. നമുക്കറിയാം, അദ്ദേഹം 3 തവണ കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് 82 വയസ്സുണ്ട്. 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഇന്നലെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിൽ ഇന്ത്യ ടുഡേയോട് സംസാരിച്ചത് 1 വർഷത്തിന് ശേഷം കാശ്മീരിൽ നിന്നും ഒരാൾ വന്ന് എന്ത് സംഭവിച്ചു കാശ്മീരിന് എന്ന് പറയുന്ന ആ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കള്ളം പറഞ്ഞു. എനിക്ക് BJPയുമായി യാതൊരു ഒത്തുകളിയുമില്ല തുടങ്ങിയ പ്രധാനപ്പെട്ട ഗുരുതര ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഒക്കെ അടങ്ങിയതാണ് ഈ അഭിമുഖം. Anybody who is active, busy every day to moving around, it was a major tragedy that I was locked up. Not only was I locked up, I was also put under a draconian law, as if I was the most dangerous person for the nation. ഒരുപാട് തിരക്കുകളുമായി ആക്റ്റീവ് ആയിരുന്ന ഞാൻ പെട്ടെന്ന് ലോക്ക്ഡപ്പ് ആയിപ്പോയി. അതൊരു മേജർ ട്രാജഡി ആയിരുന്നു. അതിലുപരി എന്നെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ക്രിമിനൽ ആക്കി ഒരു ഡ്രാക്കോണിയൻ നിയമം എന്റെ മേൽ ചുമത്തി എന്നതാണ് സങ്കടം. Amit Shah, the Union Home Minister, told Parliament on the 6th of August during that debate on Article 370 being scrapped that Farooq Abdullah is neither detained nor under house arrest. You could have come to Parliament according to him if you wanted. അമിത് ഷാ ഓഗസ്റ്റ് 6 പാർലമെന്റിൽ പറഞ്ഞത് ഫാറൂഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് പാർലമെന്റിൽ വരാമെന്നാണല്ലോ. I met the correspondents in that hotel and I told them that it was complete lie. I am house arrested. I have come out, and so much so that my police personnel who were there were suspended immediately after they heard my statement. അത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ ഹൗസ് അറസ്റ്റിലായിരുന്നു. ഞാൻ ഇത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അതിന്റെ പേരിൽ എന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. You are telling me the Home Minister of the country lied to Parliament. അപ്പോൾ നിങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കള്ളം പറഞ്ഞു എന്നാണോ? Absolutely right. Absolutely. The Home Minister lied to Parliament. I had to request him. He did lie to Parliament. There is no doubt about it. തീർച്ചയായും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കള്ളം പറഞ്ഞു. Let me also get this very clear. Article 370's revocation takes place on the 5th of August. On the 1st of August, Dr. Abdullah, you met the Prime Minister Narendra Modi. You spoke apparently about reviving the political process. During that meeting, were you given any inkling by the Prime Minister that Article 370 could be revoked in 4 days? ഓഗസ്റ്റ് 5 കാശ്മീരിൽ 370 റദ്ദാക്കിയത്. എന്നാൽ ഓഗസ്റ്റ് 1 നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അന്ന് പ്രധാനമന്ത്രി 4 ദിവസത്തിനുള്ളിൽ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന നൽകി? No, not at all. We had no idea because he was so pleasant. And rather we told him, what is the reason for all these forces that are being moved to Kashmir? Is there a situation of war coming in or something like that? He was silent on that. ഇല്ല, അദ്ദേഹം വളരെ പ്രസന്നവദനായിരുന്നു. എന്നോട് ഇതേക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ കാശ്മീരിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് കണ്ടിട്ട് ഞാൻ യുദ്ധം വരാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. Are you telling me on the show today that the Home Minister lied in Parliament and the Prime Minister misled the former Chief Minister of Jammu and Kashmir and the sitting Srinagar MP, that you were misled by? അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നോട് പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കള്ളം പറഞ്ഞെന്നും പ്രധാനമന്ത്രി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നുമാണോ? He misled not only me, Rajiv, he misled the entire country on that day. He lied to the entire country. എന്നെ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ പ്രധാനമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. രാജ്യത്തോട് മുഴുവൻ നുണ പറഞ്ഞു. This has been part of the election manifesto of the BJP that Article 370 will be revoked. They go ahead on the 5th of August and do it. They claim this was not a moment too soon. This was something that needed to happen. That this is part of the BJP's commitment to integrate Jammu and Kashmir with the rest of the country.
എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാൻ കഴിയുക? BJPയുടെ പ്രകടന പത്രികയിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി കാശ്മീരിലെ 370 റദ്ദാക്കുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നല്ലോ. How integrated are we? Has he won the hearts of people of the state? Or have the people of this state gone far away from the nation? That is the question. Are we more Indian today than we were yesterday? That is the question. ഇപ്പോൾ നമ്മൾ എത്ര യോജിപ്പിലാണ്? അദ്ദേഹം എന്നിട്ട് കാശ്മീരിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നോ? അതോ കാശ്മീരിലെ ജനങ്ങൾ രാജ്യത്തിൽ നിന്നും വളരെ ദൂരേക്ക് അകന്നുപോയോ? നമ്മൾ ഇന്നലത്തേതിനേക്കാൾ ഇന്ത്യക്കാരായി മാറിയോ? Dr. Abdullah, the fact is that while Mehbooba Mufti remains under detention under the Public Safety Act, you and Omar and other NC leaders have been released. This is leading to suspicion. Is there a deal between you and the Modi government? മെഹബൂബ മുഫ്തി ഇപ്പോഴും തടങ്കലിലാണ്. എന്നാൽ നിങ്ങളെയും ഒമറിനെയും മറ്റുള്ള NC പാർട്ടി നേതാക്കളെയൊക്കെ മോദി സ്വതന്ത്രരാക്കി. ഇതിൽ നിന്നും മോദിയും നിങ്ങളും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടെന്ന് സംശയിച്ചുകൂടെ? A lot of this has been spread that we have got a deal. We have never got any deal and we are not going to have any deal. We are part of the declaration of Gupkar and we continue to remain on that with all those others who are party to that. So if the Prime Minister... We are not people to have deals. പലരും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടെന്ന്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ധാരണയുമില്ല. ഇനി നാളെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാനും പോകുന്നില്ല. If the Prime Minister picks up the phone tomorrow morning and tells Farooq Abdullah, let's talk, what will you tell him? രാവിലെ പ്രധാനമന്ത്രി നിങ്ങളെ ഫോണിൽ വിളിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് പറയും? What will I tell him? I am supposed to be a thief. I am supposed to be a traitor. What shall I say? Okay. A traitor does not talk to the Prime Minister of India. ഞാൻ എന്തു പറയണം? ഞാനൊരു കള്ളനാണെന്നോ അല്ലെങ്കിൽ ഒറ്റുകാരനാണെന്നോ കരുതുന്ന അദ്ദേഹത്തോട് ഞാൻ എന്തിനു സംസാരിക്കണം? ഒരു ഒറ്റുകാരൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് സംസാരിക്കില്ല. Are you saying therefore the political process cannot be resumed until everyone who has been detained under this Security Act is released? അപ്പൊ നിങ്ങൾ പറയുന്നത് തടങ്കലിലാക്കിയ എല്ലാവരെയും വിട്ടയക്കുന്നതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലെന്നല്ലേ? Absolutely. How can you have a political process unless everybody is free to move about? Everybody has got security enough to be able to talk to people. How can there be a political process? അതെ, എല്ലാവരെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാതെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് സാധ്യമാവുന്നത്? എല്ലാവർക്കും സുരക്ഷിതത്വമില്ലാതെ പരസ്പരം സംസാരിക്കാൻ പറ്റാതെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം കാശ്മീരിൽ സാധ്യമാവുന്നത്? Militancy has declined according to the government. Acts of terror have become fewer and they believe all of this will eventually lead to normalization of the situation in Kashmir. കാശ്മീരിൽ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ട് സ്റ്റേറ്റ് നോർമലായി എന്നല്ലേ കേന്ദ്ര സർക്കാർ പറയുന്നത്? See how many incidents are taking place every day. Have they normalized it? How many lies will you hear from them and then you will believe that they are not right? Every day there are encounters. Every day people are dying on both sides, security forces as well as the others. And they say the situation is under control? Who are they lying to? എത്ര സംഭവങ്ങളാണ് കാശ്മീരിൽ ദിവസവും നടക്കുന്നത്? എത്ര നുണകളാണ് അവർ ദിവസവും നിങ്ങളോട് പറയുന്നത്? എന്നിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാ ദിവസവും ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെടുന്നുണ്ട്. ഇതൊക്കെ നടന്നിട്ടും സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ആരോടാണ് അവർ കള്ളം പറയുന്നത്? Are you telling me that the revocation of Article 370, Dr. Abdullah, has had no positive impact at all on the valley? എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 370 മാറ്റിയിട്ട് കാശ്മീരിൽ പോസിറ്റീവായ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണോ? It has had a negative effect. It has not had positive effect. If it had to have positive effect, then Narasimha Rao would not have said, as far as autonomy is concerned, sky is the limit. He was also Prime Minister of this nation. അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഒരു പോസിറ്റീവ് ഇഫക്റ്റും കാശ്മീരിൽ ഉണ്ടാക്കിയിട്ടില്ല. നരസിംഹ റാവു പറഞ്ഞതുപോലെ ഏകാധിപത്യത്തിന് ആകാശമാണ് ലിമിറ്റ്
എന്ന് വെച്ചാൽ ഏകാധിപത്യത്തിന്റെ ക്രൂരതകൾക്ക് അവസാനമില്ലെന്നായിരിക്കാം. നരസിംഹറാവുവും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. What is it that makes you angrier, the revocation of Article 370 or the splitting of Kashmir into a union territory, Jammu and Kashmir into 2 union territories? What makes you angrier today? ജമ്മുവും കാശ്മീരും 2 കേന്ദ്രഭരണ പ്രദേശമായതിലാണോ അതോ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലാണോ നിങ്ങൾ കൂടുതൽ ക്ഷുഭിതനായിരിക്കുന്നത്? It doesn't make a damn difference. They can do what they like. They have lost people. They can jump from the sky and tell the nation and the whole world, bring European Union people, bring the ambassadors who are their buddies to lie before the whole world. The truth is different. People have lost faith in the government of India and what they believe in. അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഇതിൽ കൂടുതൽ ദേഷ്യം എന്നതിലൊന്നും എനിക്ക് ഏതിലാണ് കൂടുതൽ ദേഷ്യം എന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അവർക്ക് ഇവിടെ എന്തു വേണമെങ്കിലും ചെയ്തിട്ട് ലോകത്തോടും യൂറോപ്യൻ യൂണിയനോടുമൊക്കെ കള്ളം പറയാം. എന്നാൽ സത്യം ഇതൊന്നുമല്ല. ആളുകൾക്ക് കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. Argument is people have also lost faith, as I said earlier, in the Abdullahs, in the Muftis to really be honest interlocutors for the people of Kashmir, that people have believed that you have exploited them to your political advantage in the valley, but nothing changed fundamentally. You were not able to stop terrorism. Let's give the government of India a chance now. ആളുകൾക്ക് നിങ്ങളിലൊക്കെയുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടില്ലേ? ജനങ്ങൾ കരുതുന്നത് നിങ്ങളും നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചു എന്നല്ലേ? നിങ്ങൾക്കും ടെററിസം ഒന്നും ഇവിടെ തടയാൻ പറ്റിയിട്ടില്ലല്ലോ. ഇനി ഇന്ത്യ ഗവൺമെന്റിന് ഒരു അവസരം നൽകിക്കൂടെ? Terrorism? Please tell me, how much was the terrorism there? How much was it in my time? Tell me. The fact is, Dr. Abdullah, we've had 30 years of a low intensity to the amount of forces they have. Rajiv, yes. Compared to the forces they have today, every nook and corner, there is a gun-twitching soldier. And have they achieved peace? You call the peace of grave peace? എന്ത് തീവ്രവാദമാണ്, എത്ര ടെററിസമാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത്? എന്റെ സമയത്ത് എത്രയായിരുന്നു തീവ്രവാദം? ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും തോക്കേന്തിയ പട്ടാളക്കാരുണ്ട്. അവർ സമാധാനമുണ്ടാക്കിയോ? കല്ലറിയിലെ സമാധാനത്തെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? Their argument is that the years of the Abdullahs and indeed the Muftis were also years of corruption, of lining up the pockets of a few families. The people suffered. They want to... The Prime Minister says this is a time for a Naya Kashmir. New Kashmir is what he's talking about. This is going to be a new Kashmir. Yes. കാശ്മീരിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതി കാരണം കുറച്ചുപേർ മാത്രമാണ് തിന്നുകൊഴുത്തത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു പുതിയ കാശ്മീർ സൃഷ്ടിക്കാനുള്ള സമയമാണെന്നാണ്. Then, Rajiv, yes, you must have heard the speech in Rajya Sabha of Azad Saab. He compared 2 states, Gujarat and Jammu and Kashmir. And he showed in the figures how Jammu and Kashmir was far higher than Gujarat. If this state was that corrupt, then we would have never achieved those results. രാജ്യസഭയിൽ ആസാദ് 2 സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗുജറാത്തിനെയും കാശ്മീരിനെയും. ഏതൊക്കെ തരത്തിലാണ് കാശ്മീർ ഗുജറാത്തിനേക്കാൾ മികച്ചതായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഞങ്ങൾ അത്രയും വലിയ അഴിമതിക്കാരായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് കാശ്മീർ ഇത്ര നേട്ടങ്ങൾ കൈവരിക്കുക? Let's look ahead though, Dr. Abdullah. The fact is that you have a situation, as you said, some leaders are still in jail. Habeas corpus petitions are still pending in the Supreme Court. Does that, in a sense, make you feel that you've lost confidence even in the apex court of this country, that habeas corpus petitions are sat upon? ചില നേതാക്കളൊക്കെ ഇപ്പോഴും ജയിലിലാണല്ലോ. അവരെ സ്വതന്ത്രരാക്കാൻ കോടതിയിൽ കൊടുത്ത ഹേബിയസ് കോർപ്പസ് ഇപ്പോഴും പരിഗണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? Well, I don't want to comment on Supreme Court. It is the highest body. We hope that it's going to be honest enough to deliver justice to the people of this nation. We still are hoping that they will rise above all these commitments
all the pushes and pulls of the government of India, and they will stand by their principles on which they have taken the oath. എനിക്ക് സുപ്രീം കോടതിയെ കുറിച്ച് ഒന്നും പറയാനില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട ഉന്നത നീതിപീഠം അവരുടെ പ്രതിജ്ഞകൾ പാലിക്കട്ടെ. The argument the government of India is making is give us some time, we will try and fix the problem. Are you willing to give the government of India time, or have you lost faith in a government which you claim has misled and lied to you? ഇപ്പോൾ ഗവർണർ പറയുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്നാണല്ലോ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളോട് കള്ളം പറയുകയും ചെയ്ത ഇന്ത്യൻ ഗവൺമെന്റിലുള്ള വിശ്വാസം നിങ്ങൾക്ക് പോയോ? It has not lied to Farooq Abdullah, it has lied to the whole nation. They just wanted to fulfill the promise to their party, not to the nation. Remember that. Party is different. When the Prime Minister is Prime Minister, he is not Prime Minister of a party. He is Prime Minister of Indian people. Are you willing to give time? To be party Prime Minister. ഗവൺമെന്റ് മുഴുവൻ രാജ്യത്തോടാണ് കള്ളം പറഞ്ഞത്. അവർക്ക് അവരുടെ പാർട്ടിക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കേണ്ടത്, അല്ലാതെ അവരുടെ രാജ്യത്തോടുള്ള കടമയല്ല. ഓർക്കുക, രാജ്യവും പാർട്ടിയും രണ്ടാണ്. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ BJPയുടെ പ്രധാനമന്ത്രി അല്ല. ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. മോദി ഇപ്പോ ഒരു പാർട്ടി പ്രസിഡന്റ് പ്രധാനമന്ത്രിയാണ്. What time? We are nearly prisoners in this state. You can move around now. Surely you can move around now. It is not Farooq Abdullah moving around. It is the people of the state who are locked up. Every day, a second day, there is curfew here, curfew there, blocked here, blocked there. ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നതല്ല വിഷയം, ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ്. എല്ലായിടത്തും കർഫ്യൂ ആണ്. Pakistan sending terrorists across the border, that's a harsh reality as well. And until that remains, the security forces may well have to be in place. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് തീവ്രവാദികളെ അയക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സുരക്ഷാ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരുമെന്നതല്ലേ യാഥാർത്ഥ്യം? It's okay. Let's see how much they will achieve. Go ahead. Lock everybody in. Lock everybody. They're already locked up, so how does it matter? Go ahead. But you agree that there has been a low intensity. You agree that Pakistan has carried out a low intensity conflict. You agree that unless there is a Pakistan dimension that we can't run away from? Well, today it's not the Pakistani dimension. Today you have also the Chinese dimension. You have all the dimensions that you have called for. The minute you remove 370, China doesn't accept your question. They say restore 370. ആയിക്കോട്ടെ, എല്ലാവരെയും നിങ്ങൾ പൂട്ടിയിട്. എന്നിട്ട് അവരെന്ത് നേടാനാണ് പോകുന്നത്? ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല പ്രശ്നമുള്ളത്, ചൈനയിൽ നിന്നുമുണ്ട്. You're saying a very important. You believe that the Chinese intrusion into Ladakh is directly linked to the scrapping of Article 370? എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ചൈനയുടെ നുഴഞ്ഞു കയറ്റം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാണെന്നാണോ? I'm sure it must be a part because they have said it themselves. അതെ, അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. At a personal level, how difficult has the last 1 year been? കഴിഞ്ഞ ഒരു വർഷത്തെ തടവ് ജീവിതം എങ്ങനെയായിരുന്നു? Well, I'm grateful to God that His holy book gave me the courage to face this. And I'm grateful to Him. Otherwise, many others would have gone mad. ഇതൊക്കെ നേരിടാൻ ധൈര്യം തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ പ്രാന്തായി പോയേനെ. Are you going to give up politics or are you going to continue in public life? രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ അതോ പൊതുജീവിതം തുടരുമോ? I am going to survive till I see to the people's honor being restored. I am not the one to run away. I'll fight to my last breath. Rajdeep, remember. ജനങ്ങളുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതുവരെ ഞാൻ പൊതുരംഗത്ത് തുടരും. ഞാൻ എവിടെയും ഓടിപ്പോവില്ല. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. That your father also, Sheikh Abdullah, spent a long period in detention. Nehru was the prime minister of the country, as the BJP keeps reminding us. Do you see yourself in a similar situation today? നിങ്ങളുടെ അച്ഛനെയും നെഹ്റു ദീർഘകാലം തടങ്കലിൽ അടച്ചിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ നരേന്ദ്രമോദി. രണ്ട് സാഹചര്യവും ഒരുപോലെയാണെന്ന് കരുതുന്നുണ്ടോ? Difference. Probably God wants me to
remain and fight for these people. I will keep on fighting, and when I go, there'll be others who will fight for the rights of these people. That is not going to change. ഒരിക്കലുമില്ല. രണ്ടും വ്യത്യസ്തമായ രണ്ട് സാഹചര്യമാണ്. ദൈവം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ ബാക്കിയാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ അവസാനം വരെ പോരാടും. അത് കഴിഞ്ഞാൽ, എന്റെ കാലം കഴിഞ്ഞാൽ മറ്റാളുകൾ അതിനുണ്ടാകും. ഈ പോരാട്ടം അവസാനിക്കില്ല.